ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ പ്രതിഷേധ സമരത്തിലൊരുങ്ങി പരാതിക്കാരായ കുടുംബം. അടുത്ത ദിവസം മുതൽ തങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളായ സുറുമിയും അനീഷും ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് തങ്ങളെ പറ്റിക്കുകയാണെന്ന് കുടുംബം ആരോപിച്ചു. ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ആലപ്പുഴ DMO ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആലപ്പുഴ MLA ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഇവരെല്ലാം ആരെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ ഇവരാരെയാണ് സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ പൈസയിൽ നിന്ന്, നികുതി കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ പറഞ്ഞ MLA ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആരോഗ്യ WMCയിലെ ഡോക്ടർമാരായിക്കോട്ടെ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന സാധാരണക്കാരൻ. ഞാൻ 100 രൂപയുടെ ഡീസൽ അടിക്കുമ്പോഴത്തേക്ക് എന്റെ നിന്ന് മേടിക്കുന്നുണ്ട് അതിന്റെ നികുതി. അതുകൂടെ ചേർത്തിട്ടാണ് അവര് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് സേവ ചെയ്യേണ്ടവര് ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ നവജാത ശിശുവിന്റെ അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ. ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പൊക്കെയാണ് ആരോഗ്യവകുപ്പും മന്ത്രിയും അടക്കം കുടുംബത്തിന് നൽകിയിരുന്നത്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ പരാതി. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, പൂർണ്ണമായും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ആ കുടുംബത്തിന് നൽകിയത്? അന്നത്തെ പ്രതിഷേധമൊക്കെ ശമിപ്പിക്കാനായി, ഒന്ന് ആശ്വസിപ്പിക്കാനായി ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇവിടെയും ഇവർക്ക് നീതിയില്ല എന്നുള്ളതാണോ ഇപ്പോൾ മനസ്സിലാകുന്നത്? രഞ്ജിത്ത്, ആ കുടുംബത്തിന്റെ അവസ്ഥ അതീവ ദയനീയമാണ്. കാരണം നമ്മൾ ആശുപത്രിയിൽ വെച്ച്, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സുറുമിയെയും അനീഷിനെയും കാണുന്നത്. അന്ന് സുറുമി, അതായത് ഇന്നും സുറുമി ഇപ്പോൾ ICUവിന്റെ ഫ്രണ്ടിൽ അവിടെ ഉണ്ട്. കുഞ്ഞ് ICUവിലാണ്. കാരണം നമുക്കറിയാം, ആ കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയാണ്. ഗുരുതരമായ പ്രശ്നങ്ങളോട് കൂടിയാണ് കുഞ്ഞ് ജനിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ ശങ്കേഴ്സ്, മിഡാസ് എന്നീ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെയും ഗുരുതര ആരോപണമാണ് ഉയർന്നിരുന്നത്. തുടർന്ന് ഈ ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ 2 സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം ഈ സുറുമിയെ ഗർഭാവസ്ഥയിൽ ചികിത്സിച്ച ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ സ്കാനിങ്ങിന്റെ പല ഘട്ടത്തിലും, അതായത് ഗർഭാവസ്ഥയിൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീ വിധേയയാകേണ്ട സ്കാനിങ്ങിനേക്കാൾ കൂടുതൽ 7 തവണയാണ് സുറുമിയെ സ്കാനിങ്ങിന് വിധേയയാക്കിയത്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ പുറമേ ഉള്ള അംഗവൈകല്യങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനോ അതിൽ നിന്നും അതിനെ മറികടക്കാനുള്ള മറ്റ് ചികിത്സ നൽകുന്നതിനോ ഉള്ള കാര്യം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു കുടുംബം ഉന്നയിച്ച പരാതി. ഈ പരാതിയിന്മേലാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം വലിയ വിവാദമായി മാറി. കുട്ടിക്ക്, കാരണം കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് അങ്ങേയറ്റം മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുഞ്ഞിന്റെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. ഒപ്പം തന്നെ നാവ് മലർന്നു കിടന്ന് കുഞ്ഞിന് ഉറങ്ങാൻ കഴിയില്ല. നാവ് അകത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. ട്യൂബിലൂടെയാണ് ഈ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 45 ദിവസം മാത്രമേ ആയുള്ളൂ സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് സുറുമിക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെയും ആ കുടുംബം ആശുപത്രിയും വീടുമായി കയറിയിറങ്ങുന്ന അതീവ ദയനീയ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഈ സംഭവങ്ങളൊക്കെ വലിയ വിവാദമായി കത്തിപ്പടർന്ന സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. വനിതാ ശിശു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി 2 സ്കാനിംഗ് സെന്ററുകൾക്ക്, അതായത് ശങ്കേഴ്സിനും വിഡാസിനും എതിരെ ഇവർ നടപടി സ്വീകരിച്ചു എന്നുള്ള പത്രക്കുറിപ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഈ സ്കാനിംഗ് സെന്ററുകളുടെ 2 ഇടങ്ങൾ, അതായത് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയായിരുന്നത് ഏത് ഡോക്ടർമാരാണ് ഇവരെ സ്കാനിങ്ങിന് വിധേയനാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു ലോഗ് ബുക്ക് അവിടെ ഉണ്ടാകേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു സാധനങ്ങളും ആ 2 സ്കാനിംഗ് സെന്ററുകളിലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ബോധപൂർവ്വം മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ 2 സ്കാനിംഗ് സെന്ററുകളിൽ നിന്ന് കണ്ടെത്താനായി പോലീസിന് കഴിയുകയും ചെയ്തിരുന്നില്ല. ഇപ്പോൾ ലാബിൽ സ്കാനിങ്ങിന് മാത്രം തടസ്സം സംഭവിക്കുകയും ബാക്കിയുള്ള രീതിയിൽ ഈ ലാബ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഡോക്ടർ പുഷ്പയും ഡോക്ടർ ഷേർലിയും ഇപ്പോഴും അതിനുശേഷം നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇവർക്കെതിരെ ഉയർന്നു വന്നു. ഡോക്ടർ പുഷ്പയ്ക്കെതിരെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത നവജാത ശിശുക്കളുടെ കൈകൾക്ക് തളർച്ച സംഭവിച്ച പ്രസവത്തെ തുടർന്ന് തളർച്ച സംഭവിച്ച കേസുകൾ ഉൾപ്പെടെ നിരവധി പരാതികൾ വന്നു. ഈ 1 മാസത്തിനുള്ളിൽ തന്നെ
4ഓളം കേസുകൾ ആലപ്പുഴ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷേ ആരോഗ്യ വകുപ്പിലെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അവർ അതിന് പറയുന്ന ഒരു മുടന്തൻ ന്യായം എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം മാത്രമേ മറ്റ് ഡിസിഷൻസിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കേരളത്തിലെ മറ്റ് കേസുകൾ പരിശോധിച്ചാൽ അറിയാം, മെഡിക്കൽ ബോർഡ് കൂടി ഒരു കേസിൽ പോലും ഈ ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റ് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പിന്നീട് അത് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാത്ത വിധം അത് ഒതുക്കി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും കുട്ടിക്ക് മൂക്കിലൂടെ ട്യൂബ് വഴിയാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്. ലിംഗനിർണ്ണയം പോലും സാധ്യമല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആൺകുട്ടിയാണ് എന്നുള്ളത് പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ കുഞ്ഞിനിപ്പോൾ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ഭക്ഷണം അകത്തേക്ക് ചെല്ലുമ്പോൾ കുറുങ്ങലടക്കമുള്ള പ്രശ്നങ്ങളുമായി കുഞ്ഞ് വീണ്ടും ICUവിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അമ്മയും അച്ഛനും അനുഭവിക്കാവുന്ന ദുരിതത്തിന്റെ പരമാവധി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വികാരപരമായ ഒരു പ്രതിഷേധത്തിലേക്ക് ആ കുടുംബം നീങ്ങുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നടത്തി ഇതിനകത്ത് നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയത്. അന്ന് ഇവരെ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞത് കുട്ടിക്ക് വേണ്ട ചികിത്സകളെല്ലാം നൽകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. കാരണം പല ഘട്ടത്തിലും കണ്ടുപിടിക്കാൻ കഴിയാമായിരുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ, കാലുകൾക്കുൾപ്പെടെ കുഞ്ഞിന് പ്രശ്നമുണ്ട്, ചെവിക്ക് പ്രശ്നമുണ്ട്. അത്തരത്തിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പുറമെ ഉണ്ടായിട്ടും ഇത് കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിരുന്നു. അതിനൊരു ടീം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇവർ ചികിത്സയ്ക്ക് ചെന്ന് കുട്ടിയുടെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് പണം ഈടാക്കി, മെഡിക്കൽ കോളേജ് അധികൃതർ പണം ഈടാക്കിയതോടെ കുടുംബം വലിയ നീതി കിട്ടിയില്ല എന്നൊരു വികാരം അവർക്കുണ്ട്. അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രി ആയാലും ആശുപത്രി അധികാരികളായാലും ഒക്കെ നൽകിയിരുന്നു. വലിയ വിവാദമായപ്പോൾ ശരണ്യ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനൊരു നീതി അവർക്ക് ലഭിക്കും, നടപടി ഉണ്ടാകും, ഇങ്ങനെ ഒരു സംഭവം മറ്റുള്ളവർക്ക് ആവർത്തിക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോഴും നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് നടക്കുന്നു എന്നുള്ളത് ദയനീയമായ കാര്യമാണ്. ശരണ്യ, ഒപ്പം ഈ കുടുംബത്തിന്റെ തീരുമാനം എന്താണ്? അവർ ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് നീതി കിട്ടുന്നിടം വരെ എന്ന് തന്നെയല്ലേ? നിരാഹാരം അടക്കമുള്ള കാര്യങ്ങൾ അവർ എന്താണ് അവർ അത്തരത്തിൽ സമരരംഗത്തേക്ക് അവർ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് ആ കുടുംബത്തിലുള്ളത്. അനീഷ് ടാക്സി ഡ്രൈവറാണ്, സുറുമി വീട്ടമ്മയാണ്, 2 പെൺകുഞ്ഞുങ്ങൾ ഇവർക്ക് വേറെ വീട്ടിലുണ്ട്. ഈ കുട്ടികളെ നോക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഈ 2 രക്ഷകർത്താക്കളും ആ ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തതിന് പണം ഈടാക്കിയതോടുകൂടി അത് നമ്മൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. അതായത് സൗജന്യ ചികിത്സ നൽകുമെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും പണം ഈടാക്കി എന്നുള്ള കാര്യം പുറത്തേക്ക് വന്നതോടുകൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഒരു വിഭാഗത്തിൽ നിന്ന് നീതിപൂർവമായ സമീപനം കിട്ടുമ്പോൾ അപ്പുറത്ത് WNC കേന്ദ്രീകരിച്ച് നടന്ന, അതായത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ച ആ ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർക്കെതിരെയോ ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അനീഷിനെയും കുടുംബത്തിനെയും മാത്രമല്ല നിരവധി പരാതികൾ ആശുപത്രിക്കെതിരെ നിന്നിട്ടും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് അനീഷും സുർമിയും വരും ദിവസങ്ങളിൽ WNC ആശുപത്രിയുടെ മുന്നിൽ സമരത്തിനിരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ലജനത്ത് വാർഡ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുണ്ട്. അവർ DMAയോടെ സമരത്തിലേക്ക് കുടുംബം പോകുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പറയാൻ ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രമാത്രം, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഡോക്ടറോട് വിവരങ്ങൾ കൈമാറുമ്പോൾ അത് താൻ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിനെന്ത് ചികിത്സ വേണമെന്നോ അല്ലെങ്കിൽ എന്താണ് അടുത്ത നടപടി ആ കുടുംബം എന്ത് സ്വീകരിക്കണമെന്നോ ഒരു മറുപടി പോലും ആലപ്പുഴ DMO ഓഫീസ് കേന്ദ്രീകരിച്ച് അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിസ്സഹായാവസ്ഥയിൽ ഗതികെട്ടാണ് ആ കുടുംബം ഇപ്പോൾ സമരത്തിന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിലേക്ക് പോകാൻ പോകുന്നത്. രഞ്ജിത്ത്, ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചതായാലും ആ സംഭവത്തിൽ അവർക്ക് നീതി കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല. ലാബിനെതിരെയും ആശുപത്രി ഡോക്ടർക്കെതിരെയും മറ്റും നടപടി വേണം. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.